ഹലോ ഗായ്സ്, നമുക്കിന്നൊരു പറുദീസ ചിക്കൻ ഉണ്ടാക്കിയാലോ. സോ അതിൻ്റെ മാരിനേഷൻ പ്രൊസീജിയർ നോക്കാം. നമുക്ക് ആദ്യം തന്നെ ജിഞ്ചർ ഗാർലിക്, ചില്ലി, മിൻറ്റ് ആൻഡ് കൊറിയാണ്ടർ ലീഫ് ഇതെല്ലാം ഒന്ന് ബ്ലെൻഡ് ചെയ്തിട്ടെടുക്കാം. എന്നിട്ടൊരു പാത്രത്തിൽ കുറച്ച് കേട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് പിന്നെ കുറച്ച് ക്യാപ്സിക്കം ചെറുതായി മുറിച്ചത് ഇട്ട് കൊടുക്കാം. മസാലാസിൽ നമുക്കിതിലിപ്പോൾ ചിക്കൻ ക്യൂബ്, ടർമറിക് പൗഡർ, കശ്മീരി ചില്ലി പൗഡർ, തന്തൂരി ചിക്കൻ മസാല, കൊറിയാണ്ടർ പൗഡർ, ഗരം മസാല, പെപ്പർ പൗഡർ, സോൾട്ട് നോക്കിയിട്ട് ഇടാം. ബിക്കോസ് ചിക്കൻ ക്യൂബ് ഇടുന്നതുകൊണ്ട് അതിൽ ഓൾറെഡി കുറച്ച് സോൾട്ട് ഉണ്ടാവും. ഇതെല്ലാം കൂടി നമുക്ക് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തിട്ട് ചിക്കൻ ഇട്ട് കൊടുക്കാം. ചിക്കൻ ഇട്ടതിന് ശേഷം 1 hour നമുക്കത് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. മീൻ വൈൽ നമുക്ക് കുറച്ച് കാഷ്യൂനട്ട് പേസ്റ്റ് ചെയ്ത് വെക്കാം. സോ ആഫ്റ്റർ 1 hour നമുക്ക് ഇത് കുക്ക് ചെയ്യുന്ന പാത്രത്തിലേക്ക് കുറച്ച് കോക്കനട്ട് ഓയിൽ ഓർ എനി ഓയിൽ ഓഫ് യുവർ ചോയ്സ് എടുക്കുക. അല്ല ബട്ടർ ഇട്ടിട്ട് നമുക്ക് ഈ ചിക്കൻ അതിലിടാം. ചിക്കൻ ഇട്ടതിന് ശേഷം നമുക്കൊന്ന് സോട്ട് ചെയ്തിട്ട് അത് മൂടി വെക്കാം. ഇതിൽ ഞാൻ വേറെ വെജീസൊന്നും ചേർക്കുന്നില്ല, ആകെ ഇട്ടത് ക്യാപ്സിക്കമാണ്. എന്നിട്ട് ഇത് നമുക്കൊന്ന് മൂടി വെക്കാം. മൂടി വെച്ചതിന് ശേഷം അതിൽ തന്നെ വെള്ളം ഇറങ്ങിയിട്ട് ഇത് കുക്കാവും. അപ്പം നമുക്കിതൊന്ന് മൂടി വെച്ച് നോക്കാം. അപ്പോൾ കുറച്ച് കഴിഞ്ഞിട്ട് നോക്കുമ്പോൾ ഇതിൽ അത്യാവശ്യം വെള്ളം ഇറങ്ങി വന്നിട്ടുണ്ട്. സോ നമ്മളൊന്ന് ഇളക്കിയിട്ട് കൊടുത്തതിന് ശേഷം വീണ്ടും ഇത് മൂടി വെക്കാം. മൂടി വെച്ചിട്ട് ഇത് അത്യാവശ്യം ഓൾമോസ്റ്റ് കുക്കായിട്ടുണ്ട്. കുക്കായ സമയത്ത് നമുക്കിതിലേക്ക് വീണ്ടും കാഷ്യൂനട്ട് പേസ്റ്റ് ഇട്ട് കൊടുക്കാം. വീണ്ടും ഒരു 10 minutes കുക്ക് ചെയ്യാം. ആ ടൈം കൊണ്ട് ഇത് അത്യാവശ്യം നല്ല തിക്ക് ഗ്രേവിയായി മാറും. ആ 10 minutesന് ശേഷം നമുക്ക് കറി ലീഫും കൊറിയാണ്ടർ ലീഫും ഇട്ടിട്ട് ഇത് വാങ്ങിച്ച് വെക്കാം. ഞാനിതിപ്പോൾ ഇവിടെ ദോശൻ്റെ കൂടെയാണ് സെർവ് ചെയ്തത്. നിങ്ങൾക്കിത് ചോറിൻ്റെ കൂടെയും പൊറോട്ടൻ്റെ കൂടെ ചപ്പാത്തിൻ്റെ കൂടെ എല്ലാം ട്രൈ ചെയ്യാം. അടിപൊളി ടേസ്റ്റാണ്.